അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഈ ഒരുമിച്ചുകൂടൽ അല്ലാഹു ഒരു സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ അലഖിന് ശേഷമുള്ള സൂറത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ വിവരണം നൽകിയ സൂറത്താണ് സൂറത്തുൽ ഖദർ. അതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ സൂറത്തുൽ ഖദർ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ അവതരിപ്പിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നതിൻ്റെ മുമ്പ് മക്കയിൽ അവതരിപ്പിച്ചു കൊടുത്ത സൂറത്താണ്. അതോടൊപ്പം തന്നെ ഈ സൂറത്തിൽ അല്ലാഹു കൊണ്ടുവന്നിരിക്കുന്നത് 5 ആയത്തുകളാണ്. അതിൻ്റെ ആദ്യത്തെ ആയത്ത് നമുക്കൊന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ ഖദറിൻ്റെ 1-ാമത്തെ ആയത്തിലൂടെ നമ്മെ അറിയിച്ചു തരുന്നത്, നമ്മളോട് പഠിപ്പിക്കുന്നത് എന്ത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അല്ലാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ. ഇന്ന, നിശ്ചയമായിട്ടും നാം, അൻസൽന, നാം ഇറക്കിയിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു, ആ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ. അപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്ത ഏറ്റവും വലിയ അമാനുഷിക ഗ്രന്ഥമാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എങ്കിൽ, അത്രയും മഹത്വമുള്ള ആ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ദിവസം, അതും വലിയ മഹത്വമുള്ള പവിത്രതയുള്ള ദിവസത്തെ തന്നെയാണ്. അതാണ് ശേഷം അല്ലാഹു പറയുന്നത്, ഇനി എന്നാണ് ആ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ അല്ലാഹു ഇറക്കിയത്? അതാണ് പറയുന്നത്, ഫീ ലൈലത്തിൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് ഇറക്കി കൊടുത്തിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും, വിശുദ്ധ ഖുർആനിന് വലിയ മഹത്വമുണ്ട്. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ ദിവസത്തിനും വലിയ മഹത്വമുണ്ട്. അപ്പോൾ 2 മഹത്വങ്ങൾ ഒരുമിച്ച് കൂടിയ വലിയ പവിത്രതയുള്ള രാവും വലിയ പവിത്രതയുള്ള വിശുദ്ധമാക്കപ്പെട്ട ഖുർആനും അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പവിത്രതകളും ഒരേ ദിവസം തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പിൽ അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ 5 ആയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഹിറാ ഗുഹയിലിരിക്കുന്ന സമയത്താണല്ലോ അവതരിപ്പിച്ചു കൊടുക്കുന്നത്. ആ അവതരിപ്പിച്ചു കൊടുക്കുന്നത് രാത്രിയിലായിരുന്നുവല്ലോ. മാത്രവുമല്ല, അന്നത്തെ ദിവസം ലൈലത്തുൽ ഖദറിന്റെ ദിവസവുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്രക്കും വലിയ പവിത്രതയുള്ള ഒരു ദിവസത്തിനാണ് ആ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകൾ പോലും അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്തത്. എന്നാൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് പറയുന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ മൊത്തമായിട്ടും അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. മൊത്തമായിട്ട് അതിനെ ഇറക്കുകയാണ്. എവിടേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്? ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന 1-ാം ആകാശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ച ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന ആ ഗേഹത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചിരുന്ന ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ മൊത്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. അതാണ് നമ്മൾ ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നമുക്കൊന്നും കൂടെ അർത്ഥം നോക്കാം. ഇന്നാ നിശ്ചയമായിട്ടും നാം അൻസൽന നാം ഇറക്കിയിരിക്കുന്നു ആ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ ഫീ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്തത്. അതല്ലെങ്കിൽ ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന ഗേഹത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തിലായിരുന്നു. ഖദർ എന്ന് പറഞ്ഞ തഖ്ദീർ കണക്കാക്കപ്പെടുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ വിധി നിർണയിക്കപ്പെടുന്ന ദിവസവുമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിധികളും നിർണയിക്കപ്പെടുന്ന ദിവസമാണ്. നമ്മൾ എത്ര കാലം ജീവിക്കും, നമ്മൾ എന്തൊക്കെ നേടും, നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് കൃത്യമായ രീതിയിൽ ഓരോ ആളുകളെക്കുറിച്ചും വിധി നിർണയിക്കപ്പെടുന്ന ദിവസം കൂടിയാണ് ലൈലത്തുൽ ഖദർ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ശേഷമുള്ള ആയത്തിലൂടെ പറയുന്നു നോക്കൂ നിങ്ങൾ, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, വമാ അദ്റാക, വമാ എന്തൊന്നാണ് അദ്റാക അങ്ങേ അറിയിക്കുന്നത്, മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്തൊന്നാണ്, അതിനെക്കുറിച്ച് നബിയെ അള്ളാഹുവിൻ്റെ ഹബീബ് അങ്ങേക്ക് അറിയുന്നത്, അങ്ങേ അറിയിച്ചു തരുന്നത് എന്തൊന്നാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഈ വിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തിന്റെ ആ ഒരു മഹത്വത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ, അതിൻ്റെ ആ ഒരു വലിയ മഹത്വമാണ് ലൈലത്തുൽ ഖദർ അള്ളാഹു തന്നിരിക്കുന്നത്. ആ ഒരു വലിയ മഹത്വം, അതിൻ്റെ ആ ഒരു ഗൗരവത്തെയും പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഫ്ഹാമിയായ മാ കൊണ്ടുവന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ആ ഒരു അത്ഭുതം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. വമാ എന്തൊന്നാണ് അദ്റാക അങ്ങേ അറിയിക്കുന്നത്, മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്തൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് ചോദിക്കുന്നത്. എന്നിട്ട് അള്ളാഹു അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് അത് ഖൈറുൻ ശ്രേഷ്ഠമായതാണ്, അൽഫി ശഹ്ർ 1000 മാസങ്ങളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്ന മാസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, 1000 മാസങ്ങളെക്കാൾ പവിത്രത അല്ലാഹു അന്നത്തെ മഗ്രിബ് മുതൽ സുബ്ഹിന്റെ പ്രഭാത സൂര്യൻ സുബ്ഹിന്റെ സമയം വരെ, സുബ്ഹ് ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള ആ സമയത്തിൽ അല്ലാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം എന്താണ്? 1000 മാസങ്ങളെക്കാൾ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ 1000 മാസം തന്നെ നമ്മൾ അതിന് കണക്ക് കൂട്ടുകയാണെങ്കിൽ 83 വർഷം നമുക്ക് ഒരൊറ്റ രാത്രിയിൽ കിട്ടും. കണക്ക് കൂട്ടുമ്പോൾ 83 വർഷമാണ് 1000 മാസം എന്ന് പറയുന്നത്. 4 മാസം 83 വർഷവും 4 മാസവും ഇത് നമ്മൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറിപ്പോയാൽ 83 വർഷമൊക്കെ ഇന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതം തന്നെയാണ്. അതിൻ്റെ മുമ്പ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മുടെ പ്രായമെന്ന് പറയുന്നത് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണല്ലോ. 60-70 ഇതിൻ്റെ ഇടയിലാണല്ലോ നമ്മുടെ പ്രായം എന്നോർക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ ഒരു രാത്രിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രമേൽ വലിയ പവിത്രത പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, എന്നിട്ട് അല്ലാഹു പറയുന്നു നോക്കൂ നിങ്ങൾ, തനസ്സലുൽ മലായികതു വറൂഹ്, തനസ്സലുൽ മലായികതു, അന്നത്തെ ആ രാത്രിയുടെ പ്രത്യേകത എന്താണ്? അല്ലാഹുവിൻ്റെ വാനലോകത്ത് ഒരുപാട് മാലാഖമാരുണ്ട്. മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു വെച്ചിട്ടുണ്ട്. ആ മലക്കുകൾക്കുള്ള ജോലി എന്താണ്? അല്ലാഹുവിന് വേണ്ടി ഏത് സമയത്തും അല്ലാഹുവിന് വേണ്ടി ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാലാഖമാർ, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാലാഖമാർ, അല്ലാഹുവിന് വേണ്ടി എന്താണോ അല്ലാഹു കൽപ്പിച്ചത് അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിൻ്റെ മലായികത്തുകൾ അല്ലാഹുവിനുണ്ട്. കോടാനുകോടി മലായികത്തുകൾ.
അള്ളാഹു പറയുന്നു, നിങ്ങൾ അന്നത്തെ ദിവസം തനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. ആ മലക്കുകളോട് കൂടെ വറൂഹു, മഹാനായ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൂടെ ഉണ്ടാകുമെന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്. ഫീഹാ, ആ രാത്രിയിൽ ബിഇദ്നി റബ്ബിഹിം, അവരുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടെയാണ് ആ മലായികത്തുകൾ, മലാകമാർ ഇറങ്ങി വരുന്നത് എന്ന് കൂടെ നാം മനസ്സിലാക്കണം. എങ്ങനെ വെറുതെയാണ് അവർ ഇറങ്ങി വരുന്നത്? മിൻ കുല്ലി അംർ, മിൻ കുല്ലി അംറും, ആ കൊല്ലത്തിൽ അവർ ഇറങ്ങി വന്ന ആ ലൈലത്തുൽ ഖദർ നടന്നതായ ആ കൊല്ലത്തിൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്, ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ അവൻക്ക് നഷ്ടമാവും എന്ന കൃത്യമായ രീതിയിലുള്ളതായ കണക്കുകൾ നിർണയിക്കപ്പെടുന്നത്, എല്ലാം നിശ്ചയിക്കപ്പെടുന്നത് അന്നത്തെ രാത്രിയിലാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. മാത്രവുമല്ല, എന്നിട്ട് അവർ ഇറങ്ങി വരുന്നതാണ് അന്നത്തെ രാത്രിയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ സമ്മതപ്രകാരം ഓരോ മനുഷ്യരും എന്തെല്ലാം നേടും, എന്തെല്ലാം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന മുഴുക്ക ഡീറ്റെയിൽസുകളെല്ലാം കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തി വെക്കുന്ന ദിവസവും കൂടിയാണ് ലൈലത്തുൽ ഖദറിൻ്റെ ദിവസമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നു, സലാമുൻ ഐ മാ ഹിയ ഇല്ലാ സലാം, അന്നത്തെ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ രക്ഷയല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. ആ രാത്രിയിൽ പ്രഭാത സൂര്യൻ, അതായത് സുബ്ഹ് ഉദിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ രക്ഷയിലും കാവലിലുമായിരിക്കും അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഹത്താ മത്ലഉൽ ഫജ്ർ, ഫജ്ർ വെളിവാകുന്നത് വരെ ഈ മലായികത്തിൻ്റെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സാന്നിധ്യം കൂടെ അന്നത്തെ ലൈലത്തുൽ ഖദറിൻ്റെ ദിവസത്തിൽ ഉണ്ടാകുമെന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ഒറ്റയിട്ട രാത്രികളിലാണ് ഉണ്ടാവുക എന്നതാണ് മഹാരഥന്മാർ ഹദീസുകളിലൂടെ നമുക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നതും. 23, 25, അതല്ലെങ്കിൽ 27, അതല്ലെങ്കിൽ 29, ഇങ്ങനെ ഒറ്റയിട്ട രാവുകളിലാണ് അതിന് പ്രതീക്ഷയുള്ളതും. ഈ രാവുകളിലെല്ലാം നമ്മൾ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നമ്മൾ ആരാധനകളിൽ മുഴുകണമെന്നതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും. ഈ വിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിൻ്റെ ദിവസത്തിൽ അന്ന് മഹാരഥന്മാരെ രേഖപ്പെടുന്നതായിട്ട് കാണാം. അലാമാത്തുൻ, അതിൽക്ക് ചില അടയാളങ്ങൾ മഹാരഥന്മാർ അവിടുന്ന് പറയുന്നതായിട്ട് കാണാം. ആ അടയാളങ്ങളിൽ പെട്ടതാണ് ഖില്ലത്തുൻ ബിഹിൽ കിലാബ്, അന്നത്തെ ദിവസം നായ എന്ന് പറയുന്ന ജീവി, ആ നായ എന്ന് പറയുന്ന ജീവിയുടെ കുരക്കുക എന്നത് വളരെ കുറവായിരിക്കും. അന്നത്തെ ദിവസത്തിൽ നായയുടെ കുര കേൾക്കുക എന്നത് വളരെ കമ്മിയായിരിക്കും. ഇത് ലൈലത്തുൽ ഖദർ അന്നത്തെ ദിവസം രാത്രിയിലായിരിക്കും എന്നതിൻ്റെ ഒരു സാധ്യത മഹാരഥന്മാർ അവിടുന്ന് പറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി, പകൽ സമയത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ ശക്തമായ ചൂടില്ലാത്ത രീതിയിലുള്ളതായ ഒരു പ്രകാശത്തിലായിരിക്കും അന്നത്തെ ദിവസത്തിൽ സൂര്യൻ ഉദിക്കുന്നത് എന്നും അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിൻ്റെ പവിത്രത പറഞ്ഞുകൊണ്ടുള്ളതായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഖദറിലൂടെ പറഞ്ഞത്, ഇന്നാ, നിശ്ചയമായിട്ടും നാം, അൻസൽന, നാം ഇറക്കി തന്നിരിക്കുന്നു, ആ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ പവിത്രമായ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ അള്ളാഹു നമുക്ക് ഇറക്കി തന്നിരിക്കുന്നത്. ആ ഇറക്കി തരുക എന്നത് മൊത്തമായിട്ടാണ് ഇറക്കി തന്നത്. എവിടെ നിന്നാണ് ഇറക്കി തന്നതും? ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഇലാ ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന ഗേഹത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്.